ഹലോ, അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഇതാ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൽ നല്ല ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയും പിന്നെ ഒരു സ്പെഷ്യൽ നെയ്ച്ചോറിൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക. കണ്ടിഷ്ടമാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമാണ് കേട്ടോ. അപ്പം കുറച്ച് നേരം വൈകിട്ടാണ് കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. പിന്നെ സ്കൂളില്ലെങ്കിൽ മക്കൾ ഉണരാൻ കുറച്ച് ടൈം എടുക്കും. രാത്രി കുറച്ച് നേരം വൈകിട്ടൊക്കെയാണ് കേട്ടോ കിടക്കുക. അപ്പോൾ ഒരു ഉണരുന്നതിൻ്റെ മുന്നേ ചായയൊക്കെ കുടിച്ചിട്ട് പുറത്തെവിടെ പോയിട്ടുണ്ട്. പിന്നെ മക്കൾ ഉണർന്നപ്പോൾ ഓർക്കുള്ള ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. വെള്ളപ്പാണ് കേട്ടോ ചായ കൂട്ടാൻ. പിന്നെ കുറച്ച് നേരം മക്കളെ കൂടെ അങ്ങനെ ഇരുന്നതിൻ്റെ ശേഷമാണ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് നെയ്ച്ചോറും ബട്ടർ ചിക്കനും ആണ് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തന്നെ നെയ്ച്ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ അധികം കുക്കറിൽ തന്നെയാണ് കേട്ടോ നെയ്ച്ചോറ് വെക്കല്. അപ്പോൾ ഇതാ കുക്കറിലേക്ക് കുറച്ച് ഓയിലും നെയ്യും ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ഉള്ളിയും കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് ജീരകശാല അരിയാണ് കേട്ടോ. അരി ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നെയ്യിലേക്ക് വെള്ളമല്ല കേട്ടോ ചേർക്കുന്നത്, തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ അരിക്ക് എത്രയാണോ വെള്ളം എടുക്കുന്നത് അതിനനുസരിച്ച് തേങ്ങാപ്പാൽ എടുക്കുക. ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് തേങ്ങാപ്പാൽ എന്ന രീതിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 ഗ്ലാസ് തേങ്ങാപ്പാലും 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും ഒരു 3-4 പച്ചമുളക് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വന്നാൽ മതി. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യാൻ. ഇനി ഇതാ ബട്ടർ ചിക്കനിൽ ആവശ്യമായിട്ടുള്ള ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ എല്ലുള്ള പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബട്ടർ ചിക്കന് സാധാരണ എല്ലില്ലാത്ത പീസാണ് എടുക്കൽ. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ കുറച്ച് വിനെഗറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് ബട്ടറും ആണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതാ ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ബട്ടർ ചിക്കൻ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഇത് തിരിച്ചു മറിച്ചിട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ കരിഞ്ഞു പോവുകയൊന്നും ചെയ്യരുത് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് 2 സൈഡും ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഇതാ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഈ ഓയിലിലേക്ക് തന്നെ കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ 2 വലിയുള്ളി കട്ട് ചെയ്തതാണ് കേട്ടോ ചേർക്കുന്നത്. ഇത് ചെറിയ രീതിയിലൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഇതാ 2 നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് ഇനി ഒരു 20ഓളം അണ്ടിപ്പരിപ്പാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നേരിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി ഇതാ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് തീരെ എരിവില്ലാത്ത മുളക് പൊടിയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇനി ഇതാ ഒരു 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. നല്ലതുപോലെ ചൂടാറിയതിൻ്റെ ശേഷം നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഒരു പാത്രത്തിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ മസാല ഒക്കെ നന്നായിട്ടൊന്ന് ഇതാക്കിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം എടുത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അത് ഞാൻ മുഴുവനായിട്ട് ആദ്യം തന്നെ ചേർത്തിട്ടില്ല. ഇതുപോലെ കുറച്ച് അരച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ചേർത്ത് അങ്ങനെയാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് അരഞ്ഞു വരണം. ഇതിനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിൻ്റെ ശേഷം ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ തിളച്ച് വരുന്ന ആ ഒരു ടൈമിൽ ഇതിലേക്ക് കുറച്ചും കൂടെ ബട്ടർ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഇനി കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പിന്നെ ഇതാ ഒരു 3-4 പച്ചമുളക് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് തിളച്ച് വന്നാൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അവസാനമായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കുക കേട്ടോ.
കസൂരിമേത്തി എന്ന് പറഞ്ഞാൽ ഉലുവൻ്റെ ഇല ഉണക്കി പൊടിച്ചതാണ് കേട്ടോ. ഈ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ ഇതിൽ ഒരു കാര്യം ചേർത്തിട്ടില്ല എന്ന് ഓർമ്മ വന്നത്. അപ്പം പഞ്ചസാര ചേർക്കാൻ മറന്നു പോയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ഫ്രഷ് ക്രീമൊക്കെ ചേർത്ത് കൊടുത്തില്ലേ, ആ ഒരു ടൈമിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നല്ലത്. ഇപ്പം ഞാൻ മറന്നുപോയ കാരണമാണ് കേട്ടോ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ബട്ടർ ചിക്കൻ്റെ മെയിൻ ആയിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഈ ഒരു കസൂരി മേത്തിയും പിന്നെ ഫ്രഷ് ക്രീമും. ഇത് രണ്ടുമാണ് ഈ ഒരു ബട്ടർ ചിക്കന് നല്ലൊരു ഫ്ലേവർ തരുന്നത്. അപ്പോൾ ഏതായാലും ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാലിലൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഈ നെയ്ച്ചോറ് നമുക്കൊന്ന് ഇളക്കി എടുത്ത് നോക്കാം കേട്ടോ. ഇത് കണ്ടില്ല, തീരെ കട്ടൊന്നും പിടിക്കാതെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ ഈ നെയ്ച്ചോറ്. അപ്പോൾ ഇതുപോലെ തേങ്ങാപ്പാലിൽ നെയ്ച്ചോറ് ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ ദിയമോക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നെയ്ച്ചോറും ബട്ടർ ചിക്കനും. പിന്നെ ഇതാ ചോറ് കഴിക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ടായിനി. ഇപ്പം പുറത്ത് നല്ല ചൂടല്ലേ, അതുകൊണ്ട് ഇതാ വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ചീര ഉപ്പേരി ഉണ്ടായിനി കേട്ടോ. അപ്പോൾ അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഇതാ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. ബട്ടർ ചിക്കൻ നമ്മൾ ഉണ്ടാക്കിയോണ്ട് കുറച്ച് എരിവൊക്കെ ഉണ്ട് കേട്ടോ. പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ തീരെ എരിവുണ്ടാവില്ലല്ലോ. എനിക്ക് കറിയിലൊക്കെ കുറച്ച് എരിവൊക്കെ വേണം കേട്ടോ, എന്നാലാണ് ഒരു ടേസ്റ്റ് തോന്നുള്ളൂ. അങ്ങനെ ഇതാ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ പാത്രങ്ങളൊക്കെ കഴുകി അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാണ്. അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും റെസിപ്പിയും വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.